ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ പൂരിയാണ് ഇന്നത്തെ താരം. പക്ഷേ നമ്മുടെ പൂരിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, നല്ല അടിപൊളി ചുവന്ന കളറിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂരിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ കളറായിട്ടുള്ള പൂരിയൊക്കെ കണ്ടു കഴിയുമ്പോൾ വേഗം അവർ കഴിച്ചിട്ട് എണീച്ച് വയ്ക്കുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ളത് ബീറ്റ്റൂട്ടാണ്. ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു പാനിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ബോയിൽ ചെയ്ത ബീറ്റ്റൂട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലാക്കി നമുക്കതിനെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിവിടെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് 3 തവി ആട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീറ്റ്റൂട്ട് പൂരി നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബീറ്റ്റൂട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ വെള്ളം അത് നമ്മൾ കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നമ്മൾ ആ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ അതേ കളറ്, കുറച്ചുകൂടി കളറ് നമുക്ക് നമ്മുടെ ആട്ടയ്ക്ക് നല്ല പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ആ വെള്ളം കളയാതെ അത് തന്നെ ഒഴിച്ച് നമുക്ക് ആട്ട കുഴച്ചെടുക്കാം. മാവ് നല്ല പോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഓരോന്നായി അതിനെ പരത്തിയെടുക്കാം. നമ്മൾ ഉരുള ആക്കി വെച്ചേക്കുന്ന എല്ലാ മാവും നമുക്ക് അതുപോലെ തന്നെ പരത്തിയെടുക്കാം. ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന എല്ലാ പൂരി നമുക്ക് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൂരി അതിൽ നന്നായി മുങ്ങിക്കിടക്കണം. നമ്മുടെ എണ്ണയിൽ നല്ലപോലെ മുങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ അത് നല്ലപോലെ പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എണ്ണയിൽ മുങ്ങിക്കിടക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ അടിപൊളി പൂരി എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി കളർഫുൾ പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ പൂരി. നല്ല കളർഫുൾ പൂരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.